കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ എറണാകുളം ജില്ലയിലെ DCC പുനഃസംഘടനയ്ക്കുള്ള രഹസ്യ ചർച്ചകളും ചരടുവലികളും സജീവമായി. വർഷങ്ങളായി തങ്ങൾ ആധിപത്യം പുലർത്തുന്ന ജില്ല വിട്ടു നൽകാതിരിക്കാൻ ഐ ഗ്രൂപ്പും തിരികെ പിടിക്കാൻ എ ഗ്രൂപ്പും തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി. ഗ്രൂപ്പിനതീതമായി പുതുതലമുറയ്ക്ക് പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് യുവനിരയും അവകാശവാദം ഉന്നയിക്കാൻ തീരുമാനിച്ച് രംഗത്തുണ്ട്. ഐ ഗ്രൂപ്പിന് മേൽക്കൈയുള്ള എറണാകുളം ജില്ലയിലെ DCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് കീറാമുട്ടിയാകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകൾ. വർഷങ്ങളായി ഐ ഗ്രൂപ്പ് കൈവശം വെച്ചിരുന്ന ജില്ല തിരിച്ചുപിടിക്കാൻ എതിർവിഭാഗം ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തൃശൂർ DCC വിട്ടുകൊടുത്ത് പകരം എറണാകുളം സമവായത്തിലൂടെ തിരികെ വാങ്ങാൻ എ വിഭാഗം ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിലും കാര്യമായ വീഴ്ചയുണ്ടാകാതെ ജില്ലയെ പിടിച്ചു നിർത്താൻ DCCക്ക് സാധിച്ചത് ഐ ഗ്രൂപ്പിന് അവകാശവാദത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. നിലവിലെ DCC പ്രസിഡന്റ് VJ പൗലോസിന് ഒരവസരം കൂടി നൽകണമെന്ന അഭിപ്രായമുള്ളവരുണ്ടെങ്കിലും തലമുറമാറ്റ വിവാദം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പുതിയ വഴി തേടേണ്ടി വരും. സമവായത്തിലൂടെ ജില്ല തിരിച്ചുപിടിക്കാനായില്ലെങ്കിൽ ഐ ഗ്രൂപ്പുമായുള്ള നിലവിലെ ബന്ധം വഷളാകുമെന്ന് തന്നെയാണ് എ ഗ്രൂപ്പ് ക്യാമ്പിന്റെ നിലപാട്. മുതിർന്ന നേതാവ് കെ ബാബുവിനെ DCC തലപ്പത്ത് കൊണ്ടുവരണമെന്നായിരുന്നു കണക്കുകൂട്ടലെങ്കിലും വിജിലൻസ് കേസ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ബാബുവിന്റെ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഗ്രൂപ്പുകൾക്കതീതമായി VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടുകളും DCC പുനഃസംഘടനയിൽ നിർണായകമാകും. യുവനിരയുടെ വൻ ബാഹുല്യമുള്ള ജില്ലയിൽ പ്രാതിനിധ്യം ആവശ്യപ്പെടാൻ അവരും കച്ചമുറക്കി രംഗത്തുണ്ട്. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ AICCയുമായി അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ലത്തീൻ സഭയുടെ പ്രാതിനിധ്യം പരിഗണിക്കേണ്ടി വന്നാൽ ടോണി ചമ്മണി അടക്കമുള്ളവർക്കും നറുക്കു വീണേക്കാം. റിപ്പോർട്ടർ, കൊച്ചി.